കുഞ്ഞേ കുഞ്ഞേ എല്ലാം ഉണ്ടോ? എന്താ കുമാരൻ എത്ര താമസത്? ആറ്റിനക്കരെ പോകണ്ടായോ റേഷൻ മേടിക്കാൻ? എന്താ അറിഞ്ഞില്ലേ? അവറാച്ചന്റെ കട പൂട്ടിച്ചു. ആ പപ്പൂലയുടെ പലചരക്ക് കടയിലേക്ക് അരി കിടച്ചതിന് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പിടിച്ചു അയാളെ. ഇവിടുത്തെ കുഞ്ഞാ അതിന്റെ പുറകിലെന്നാ അങ്ങാടി പറയണ കേട്ടത്. അങ്ങനെ ഒരു നല്ല കാര്യങ്ങളും ചെയ്തല്ലോ. നീ പോയി ആ ചായയുടെ വെള്ളം നിറച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി കുമാര? വല്യടത്തെ കുഞ്ഞിനെ കണ്ടവന്റെ കൂടെ ഇറക്കി വിടാൻ പറ്റുമോ? തിരക്കുന്നുണ്ട്. എനിക്ക് ഒരു സമാധാനം ഇല്ല കുമാര. ഓരോ ദിവസം കഴിയുന്തോറും അങ്ങ് ആദ്യ ഒരുത്തിയെങ്കിലും ഇറക്കി വിടാൻ പറ്റിയിരുന്നെങ്കിൽ അത്ര ഒരു ആച്ചു കിട്ടിയേനെ. ദല്ലാളന്മാരോട് മനഃപൂർവ്വം പറയാഞ്ഞിട്ടാ. സ്ത്രീധനം കൊടുക്കാനില്ലാത്ത സ്ഥിതിക്ക് അവരിടപെടുവോ? ഇവിടെ ആണൊരുത്തനുള്ളവൻ അതൊന്നും അന്വേഷിക്കാൻ നേരമില്ലല്ലോ. സമയത്തിന്റെ ഒക്കെ ചൊവ്വായിക്കോളും. നാളത്തേടം കഴിഞ്ഞ് ഞാൻ ഒരിടം വരെ പോണുണ്ട്. അത് ശരിയാവും എന്നാ മനസ്സ് പറയണേ. തായില്ലാമേ ഞാനില്ലേ, താനേ എവരും പിറന്നതില്ലേ, എനിക്കൊരു തായ് ഇരിക്കിൻറായ്. ഞാനാ മടന്ത. മതി, അങ്ങനെ മടന്നണ്ട. ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ട നിന്റെ കാലം തല്ലി പിടിക്കും. മടന്ത മടന്തയാവും. പീതാംബരം ചേട്ടൻ പറഞ്ഞിട്ട് അവറാച്ച മുതലാളി സമ്മതിച്ചതല്ലേ ചെത്തിക്കോളായി? ഓ, പറഞ്ഞ അങ്ങോട്ട് എടുത്തു. ആ സേവനാമനോട് പറഞ്ഞേക്ക് പാമ്പിനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത്. എന്നെ കട പൂട്ടിച്ചേനെ അവന്റെ കുടുംബം ഞാൻ കൊണ്ടുപോകും. അവനോട് കരുതിയെന്നോളാം പറ. ആ പോ 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 പോ. രാവിലെ പോയതാണല്ലോ. മേലെ പറമ്പത്ത് കുഞ്ഞിഷ്ണമേനോന്റെ തറവാട് പാർട്ടീഷനായിരുന്നേ. അത് ശരി. രണ്ട് കപ്പലണ്ടി മുട്ടായി. പീതാംബരം ചേട്ടാ, പന്ത്, കുളം. പോടാ. എങ്ങോട്ടാ? ബസ് സ്റ്റോപ്പിലേക്കാ. അച്ഛൻ അഡ്രസ് ചോദിച്ചു. 80 പൈസ മണി ഓർഡർ അയക്കാനാണെന്ന് തോന്നുന്നു. ഞാനതങ്ങ് മറന്നു. അച്ഛൻ മറന്നിട്ടില്ല. അതങ്ങ് മേടിച്ച് പ്രശ്നം തീർക്കുന്നത് നല്ലത്. കുറച്ച് ജോലി തിരക്കിലായിരുന്നു. എന്താ ജോലി? ജോലി സ്വന്തം ബിസിനസ്സാ. ഓഹോ, ബിസിനസ്സുകാരനാവുമ്പോ 80 പൈസ നിസ്സാരായിരിക്കും. ഇനി നിന്നാ വണ്ടി പോവും. പറ്റേ? പീതാംബരം ചേട്ടാ, ചേട്ടാ ആള് പ്രേമാണല്ലേ? അയ്യോ, പീതാംബരല്ലേ? ഇല്ല. എവിടുന്നോ? പട്ടണത്തിൽ നിന്നാ. അവൻ രാവിലെ പോയതാ. ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. എവിടെ അന്വേഷിച്ച കാണും? അതിപ്പോ എന്തെങ്കിലും പറയാനാണ്. നേരിട്ട് കാണേണ്ട കാര്യമാണ്. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ഓ, പീതാംബരന്റെ കൂട്ടുകാർ കമ്പനി തുടങ്ങുന്നെന്നോ അവന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ? ചിലപ്പോ അവരായിരിക്കോ? ന്യായമായ തങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി സമരം ചെയ്ത പാവം തൊഴിലാളികളെ പിരിച്ചുവിട്ട മാനേജ്മെന്റിന്റെ ക്രൂരമായ തീരുമാനത്തിനെതിരെയാണ് ഈ നിരാഹാര സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചത്. നിരാഹാരത്തിന് തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. ഈ ഹാരം സത്യാഗ്രഹയുടെ കഴുത്തിലണിയിക്കുകയാണ്. സമരം തുടങ്ങുകയാണ്. പീതാംബരൻ സിന്ദാബാദ്, പീതാംബരൻ സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, പീതാംബരൻ
പീതാംബരൻ സിന്ദാബാദ്, പീതാംബരൻ സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, AKST സിന്ദാബാദ്, ഇരിക്കു സഹോദരൻ. AKST സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, മാനേജ്മെന്റ് നീതി പാലിക്കുക, മാനേജ്മെന്റ് നീതി പാലിക്കുക, തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക, അവകാശങ്ങൾ നേടിയെടുക്കാൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ വിജയം വരെ സമരം ചെയ്യും, വിജയം വരെ സമരം ചെയ്യും. തന്നേ തീരൂ, തന്നേ തീരൂ. തന്നേ തീരൂ, തന്നേ എന്തോ നാടാ പീതാംബര ഇതൊക്കെ? പാവം തൊഴിലാളികൾ, ഇവർക്ക് ആരുമില്ല. ഒരു 5-6 ദിവസത്തേക്ക് ഒരു നിരാഹാര സത്യാഗ്രഹം. നിനക്ക് ഭ്രാന്ത. പട്ടിണി കിടക്കാൻ നിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടല്ലോ. പീതാംബര വന്നേ, കുറച്ച് പാർട്ടീസ് തന്നെ കാണാൻ വന്നിരിക്കുക. ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല, നിരാഹാര സമരം ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ വിട്ടേക്ക് ആശാനെ. ഉടനെ വരാം, ഞാൻ ഭക്ഷണമൊന്നും കഴിക്കില്ല. കണ്ടാ വന്നത്? നിങ്ങൾ ഒരു മിനിറ്റ് അവിടെ തന്നെ വാ, ഒരു കാര്യം പറയാനുണ്ട്. അത്യാവശ്യ കാര്യമാണ്. ആശാനെ, കുവൈറ്റിൽ കുറെ കാലം കഴിഞ്ഞിരുന്ന ഒരു ഡീസന്റ് ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കുവൈറ്റിൽ സമരമില്ല. അതാണ് അവരുടെ വിജയരഹസ്യം. ജോക്കി, പട്ടിണി കിടന്ന് ചാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ദാരിദ്ര്യവാസികളെ നീ ഉപദേശിക്കരുത്. വിവരമില്ലാത്ത ആളാ, കണ്ടറിഞ്ഞൂടെ? അക്ഷരം പറയാതെ കൊണ്ടുപോക്കണമെന്നല്ലോ. അയ്യോ, അവറാച്ചന്റെ ആൾക്കാരോ മറ്റോ ആണോ? ക്ഷീണമുണ്ടോ? ഏയ്, നല്ല ഉന്മേഷം തോന്നുന്നു. ചെറുപ്പം മുതലേ എന്റെ ശരീരത്തിൽ രക്തം കുറച്ച് കൂടുതലാ. പലപ്പോഴും ഇങ്ങനെ എടുക്കുന്നത് ഒരു കണക്കിന് നല്ലതാ. ഓ അമ്മേ. എന്താ? ഒന്നുമില്ല അമ്മേ. ഒന്ന് കിടക്കണോ? ഒരാവശ്യമില്ല. പീതാംബരം വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ വിഷമിച്ചു പോയേനെ. വളരെ റെയർ ഗ്രൂപ്പാണല്ലോ AB നെഗറ്റീവ്. പത്രത്തിൽ പരസ്യം ചെയ്തതാ, ഒരാളും റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ ആ പരസ്യം കണ്ടില്ല. കണ്ടിരുന്നേലും ഞാൻ അപ്പൊ തന്നെ ഇങ്ങ് വന്നേനെ. എന്റെ ബ്ലഡ് AB നെഗറ്റീവ് ആണെന്ന് എങ്ങനെ അറിഞ്ഞു? ബ്ലഡ് ബാങ്കിൽ പീതാംബരൻ പേര് രജിസ്റ്റർ ചെയ്തിരുന്നില്ലേ? ഓ അങ്ങനെയാണല്ലേ. രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ആദ്യമായിട്ടാ ഒരാളെന്റെ രക്തം ആവശ്യപ്പെട്ട് വരുന്നത്. ഞാൻ എന്റെ കണ്ണും ഡൊണേറ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരിക്കുക, മരിച്ചതിന് ശേഷം. നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ സാറേ. കുട്ടി എവിടെയാ കിടക്കുന്നത്? ഒന്ന് കാണണം. പീതാംബരൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നതാ. നമസ്കാരം. മോന്റെ പേരെന്താ? ബോബൻ. ബോബന്റെ പനി പെട്ടെന്ന് മാറും കേട്ടോ. എനിക്ക് പനിയില്ലെങ്കിൽ ഓപ്പറേഷനാ. അങ്കിൾ പോവാണോ? അങ്കിള് പുറത്തു നിൽക്കാം. ഒരുപാട് ലേറ്റ് ആകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ വീട്ടിലെത്തിക്കണം. അല്ല, എന്നാ മോന്റെ ഓപ്പറേഷൻ? മറ്റന്നാൾ. മോന്റെ ഓപ്പറേഷൻ കഴിയാതെ പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. തൊട്ടടുത്ത ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട്, നമുക്ക് അവിടെ കൂടാം. വിളിച്ചോണ്ട് പോയവരെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലേ? കുമാരൻ എന്തായി പറയുന്നേ? പരിചയമുള്ളവരെ വിളിച്ചോണ്ട് പോയെങ്കിൽ ഇങ്ങനെ വിഷമിക്കാൻ എന്താ ഉള്ളത്? ആ, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൂരയാത്രയാണെങ്കിൽ ഇവിടെ വന്നൊരു വാക്ക് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ. ആരും ഒന്നും ഗുണദോഷിക്കാനില്ലാത്തതിന്റെ കുഴപ്പാ. ആരോ വരുന്നുണ്ടല്ലോ. കണ്ടോ? ഇല്ല. എവിടൊക്കെ തിരക്കി? പീതാംബരന്റെ പരിചയക്കാരോടെല്ലാം അന്വേഷിച്ചു, അവിടെ അങ്ങ് ചെന്നിട്ടില്ല. അധ്യക്ഷൻ അച്യുതൻ നായരെ കൊണ്ട് ഒരു പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. കാറിന്റെ നമ്പർ വെച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നാ തോന്നുന്നത്. പക്ഷെ നമ്പർ ആരും നോട്ട് ചെയ്തില്ല. അവരുടെ കൂടെ ഇന്ന ഇടത്തേക്കാണ് പോകുന്നതെന്ന് പീതാംബരൻ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നമ്പർ നോട്ട് ചെയ്തേ. അധ്യക്ഷൻ പറഞ്ഞതാ ഒരു അനുശോചനം കൂടാമെന്ന്. പീതാംബരൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതിയെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കാ ഞാൻ. എന്ത് സംഭവിക്കാൻ? മനുഷ്യന്റെ കാര്യമല്ലേ, എന്തും സംഭവിക്കാം. മമ്മയുടെ മോൻ കുടിച്ചിട്ടുണ്ടോ? ഇല്ല.
കൂട്ടുകാരൻ ഒരു ദുരന്തം ഉണ്ടായാൽ ഉടനെ പോയി കുടിക്കുന്നവനല്ലേ ഈ ജോക്കി. ഓക്കെ, എന്ത് ദുരന്തം ഉണ്ടായിട്ടാ നിങ്ങൾ ഈ പറയുന്നേ? കുഞ്ഞിനെ വന്ന് ഒന്നിട്ട് ഒരു വിളിച്ചോണ്ട് പോയി, വരാൻ ഇത്തിരി വൈകി. അല്ലാതെ ഇവിടെ ആർക്കും ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. എല്ലാവരും പോയി കിടന്നേ. അതെ, എന്റെ കൂടെ കുവൈറ്റിലുണ്ടായിരുന്ന ഒരാളുടെ അനിയനെ രണ്ടുപേരിങ്ങനെ കാറിൽ പൊക്കിക്കൊണ്ടു പോയതാ. എന്നിട്ടെന്താ, 7-ന്റെ അന്ന് ശവം കായലിൽ പൊങ്ങി. ഇയാളൊന്ന് പോയേ. അല്ല, പേടിക്കാനൊന്നുമില്ല. പീതാമ്പനെ കാണാതായിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ പറഞ്ഞ സംഭവം 7 ദിവസം കൊണ്ടാ സംഭവിച്ചത്. 7 ദിവസത്തേക്ക് കണ്ടില്ലെങ്കിലല്ലേ നമുക്ക് പേടിക്കാൻ. തന്നോട് പോവാൻ ഞാൻ പോവാ, എന്റെ കൂട്ടുകാരനായി പോയില്ലേ. അന്വേഷിച്ചിട്ട് വീണ്ടും വരാം. അയാള് കുടിച്ചു വെളിവില്ലാതെ ഓരോന്ന് പറയുക. നിങ്ങൾ പോയി കിടന്നാട്ടെ, നേരം വെളുക്കുമ്പോഴേക്കും കുഞ്ഞിങ്ങെത്തും. അതെ. മോളെ എന്തു മോളെ ആരാ? മനസ്സിലായില്ലേ? പീതാംബരനാ. തവള പിടുത്തക്കാരൻ പീതാംബരനാണോ? അയ്യോ, തവളയല്ല, 80 വയസ്സ പീതാംബരൻ. അന്ന് ടിക്കറ്റിന്റെ ബാക്കിക്ക് വേണ്ടി ചാരായ ഷാപ്പിൽ. ആ, ഇപ്പൊ മനസ്സിലായി. എന്താ അസുഖം? ഓ, കാര്യമായിട്ടൊന്നുമില്ല. ഇന്ദു പറഞ്ഞു തന്നെ വഴി വെച്ച് കണ്ടെന്ന്. ആ, താനെന്താ ഇതുവരെ ആ പൈസ മേടിച്ചോണ്ട് പോത്തെ? ചെറുപ്പക്കാരായ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണ്ടേ? ഞാൻ മേടിച്ചോളാം. ആ, ഞാനിവിടുന്ന് പോണതിന് മുമ്പ് മേടിച്ചോണം. ഇവിടെ എങ്ങനെ എത്തി? ഞാൻ ആ 16-ലെ കുട്ടിയെ കാണാൻ വന്നതാ. ആ ഓപ്പറേഷൻ കേസല്ലേ? ആരത്? ബന്ധമല്ല, എന്റെ ബ്ലഡ് ഗ്രൂപ്പും ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാ. എന്റെ ശരീരത്തിൽ കുറച്ച് കൂടുതൽ രക്തമുണ്ടേ, കുറച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. മൂപ്പർക്ക് എന്താ അസുഖം? കണ്ണ് തെറ്റിയ കള്ളുഷാപ്പില. ഒരു തുള്ളി കുടിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാർക്ക് എന്താ പറയാൻ വയ്യാത്തേ? നിന്റെ ഈ ചില്ലറ ഉണ്ടെങ്കിൽ ഒരു 80 പൈസ പീതാംബരന് കൊടുത്തേ. ഞാൻ കൊടുത്തോളാം, അച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട. അപ്പോ ഞാൻ ഇറങ്ങാം. ചായ കുടിക്കാം. കുടിച്ചു. ആ, പിന്നെ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. ആവശ്യമുണ്ടെന്ന് പറയണം. ബോബന്റെ ഓപ്പറേഷൻ കഴിയുന്നവരെ ഞാൻ അപ്പുറത്ത് കാണും. പുറത്തു പോകാനോ മറ്റോ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. വരട്ടെ. ശരി. ഒരു അജ്ഞാത പ്രദേഹം. ആ, അതൊരു സ്ത്രീയുടെ കണ്ടു. ആ ചരമക്കള കൂടി നോക്ക്. അതാ ആദ്യം നോക്കിയത്. അപകടപ്പെടുത്തിയാണെങ്കിൽ പത്രത്തിൽ വരുമോ? അതൊക്കെ വലിയ ചെലവല്ലയോ? കൊന്നമാരിനി അതിനോട് കാശ് മെനക്കെടുത്തു. പീതാംബരൻ ചേട്ടൻ പിന്നെ ഇതെവിടെ പോയി? നാളത്തെ പത്രത്തിൽ കാണുമെന്ന് വിചാരിക്കാം. തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് വിശാലമായൊരു സ്വീകരണം എന്റെ അധ്യക്ഷതയിൽ കൊടുക്കാം. മിക്കവാറും അത് വേണ്ടി വരില്ല. ഞാൻ ഡോക്ടറെ കണ്ടു. ഒന്നും പേടിക്കാനില്ല. ഞാനൊന്ന് വീട്ടിലോട്ട് പോവാ. അമ്മ ആകെ പേടിച്ചിരിക്കായിരിക്കും. ഇക്കാലത്ത് സ്വന്തക്കാർ പോലും ഇത്ര ആത്മാർത്ഥത കാണിക്കില്ല. പീതാംബരൻ എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചു. മോൻ രക്ഷപ്പെടുന്നുള്ളത് ദൈവനിശ്ചയം. ഞാൻ വെറും ഒരു നിമിത്തം മാത്രം. പിന്നെ വരാം. എന്താ ഇത്? പ്രതിഫലമായിട്ടൊന്നും കരുതരുത്. ചെറിയൊരു പാരിതോഷികം. രക്തദാനത്തിന്റെ പേരിലാണോ? എന്റെയും മോന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായി പോയത് എന്റെ കഴിവും അധ്വാനവും കൊണ്ടൊന്നല്ലല്ലോ. ഇന്നലെ വരെ അപരിചിതനായിരുന്ന ആ കുട്ടി ഇന്നെന്റെ സ്വന്തമാണ്, എന്റെ രക്തമാണ്. അതൊരു വലിയ പ്രതിഫലമല്ലേ? ഐ എം സോറി. ഞാൻ വരട്ടെ. എന്തോ